ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരനെയും മർക്കസുൽ ബിഷാറ ഡയറക്ടർ ഫാദർ അലവിയെയും വധിക്കാൻ പദ്ധതിയിട്ടുവെന്നാണ് മഅ്ദനിക്കെതിരായ പുതിയ കേസ്. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ കുറ്റാരോപിതനായ മാറാട് അഷ്റഫിനോട് ഇരുവരെയും വധിക്കാൻ മഅ്ദനി നിർദ്ദേശിക്കുകയും പണം നൽകുകയും ചെയ്തെന്നാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഅ്ദനിക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞ ദിവസം എറണാകുളം CJM കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു മൊഴി താൻ നൽകിയിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. ചോദ്യം ചെയ്തിട്ടില്ല, അങ്ങനെ മൊഴി കൊടുത്തിട്ടുമില്ല. അഷ്റഫിൻ്റെ ആയിട്ട് അങ്ങനെ ബന്ധം ചോദിച്ചു. അഷ്റഫ് ഞാൻ ടൗണിലും മാനേജർ DDOP സ്കൂളിൻ്റെ അടുത്ത് കുന്തൂരി കടലക്കച്ചവടം ചെയ്യുന്നുണ്ട്, ബസ് സ്റ്റോപ്പുമല്ല. അഷ്റഫ് അവിടെ വരാറുണ്ട്. അഷ്റഫ് അതിനെ പീഡിപ്പിക്കാരനല്ല, PDP ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അഷ്റഫ് പീഡിപ്പിക്കാരനല്ല എന്നാണ്. കോയമ്പത്തൂർ സ്ഫോടനം നടന്ന ഏതാനും ദിവസങ്ങൾക്കകം കോഴിക്കോട് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ AV ജോർജ് തന്നെ 2 പ്രാവശ്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഒരിക്കൽ മാത്രമാണ് വിവരം അന്വേഷിച്ചത്. മഅ്ദനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അഷ്റഫും താനും തമ്മിൽ സംസാരിക്കാറില്ല. മഅ്ദനിയെ മരണം വരെ തടവറയിലിടാനുള്ള ആസൂത്രിത നീക്കമാണ് പോലീസും തൽപരകക്ഷികളും ചേർന്ന് നടത്തുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ ഗ്രോവാസ് പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.